അതാ നമ്മളെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കുക്കിംഗ് സ്റ്റൗവെല്ലാം ഇല്ലേ, അതിനേക്കാൾ ഫോഴ്സും പവറൊക്കെയാണ് ഇത്. ഹായ് ഗൈസ്, വെൽക്കം ടു ട്രിപ്പ് മല്ലു. എൻ്റെ പുതിയ ചാനലിലെ പുതിയ വീഡിയോ ആണ്, നിന്നിച്ചേക്കണേ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ വളരെ ചെറിയ നമ്മുടെ ഉള്ളംകൈയിൽ ഒതുങ്ങുന്ന ഒരു ഗ്യാസ് സ്റ്റൗവും അതുപോലെ നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന ഒരു ഗ്യാസ് സിലിണ്ടറിൻ്റെയും അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് തുടങ്ങാം. ചെറിയൊരു പിന്ന്, കത്തിയൊന്നുമില്ല, അപ്പം അത് വെച്ചിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാം. സിമ്മിജക്കറിൻ്റെ പിന്നാണ്, അത് വെച്ചിട്ടാണ്. ഇതിനകത്തൊരു ബോക്സ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റൗ. നല്ലൊരു പാക്കിംഗ് ആണ് വന്നിരിക്കുന്നത്. ചെറിയ പൗച്ച്, ഇതിനകത്തൊരു സ്റ്റൗ ഉള്ളൂ. തുറന്നു നോക്കാം. ഇതാണ് നമ്മുടെ സ്റ്റൗ. കാണാൻ ഇങ്ങനെ നിന്നിട്ട് ഇതിൻ്റെ സിസ്റ്റം വരും. ആദ്യമായിട്ട് നമുക്കിതാ ഇതിൻ്റെ അടിയിൽ ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ നല്ല വലിപ്പത്തിലുള്ള ഒരിതായി. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡ് കണ്ടോ, ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. ഏകദേശം ഒരു വലിയ സ്റ്റൗ പോലെ ആയി മാറി. അപ്പോൾ ഇവിടെ നിൽക്കട്ടെ, നമുക്കിനി ഇതിനുപയോഗിക്കുന്ന സിലിണ്ടർ ഏതാണെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സിലിണ്ടർ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിസ്സാരമായി നമുക്കൊരു പോക്കറ്റിലിടാം. അപ്പം ഇത് ഹാൻഡ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരുപാട് സിലിണ്ടേഴ്സ് വരുന്നുണ്ട്. ഇത് ഒരുപാട് 150 രൂപ മുതലൊരു ഇത് അവൈലബിൾ ആണ്. ഇത് 250 ഗ്രാം 500 മില്ലി വോളിയമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതണ്ട ഇതിൻ്റെ അടപ്പൂതി മാറ്റുക. ഒരു ജസ്റ്റ് പിന്നെ ഇത് ഡേഞ്ചറാണ്, ഹൈലി ഫ്ലെയിമബിൾ ആണ്, വളരെ കെയർ ചെയ്ത് ഉപയോഗിക്കണം. അപ്പോൾ നമുക്കിതെങ്ങനെ കണക്ട് ചെയ്ത് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ സ്റ്റൗ കണ്ടില്ലേ, സ്റ്റൗവിൻ്റെ കാലൊക്കെ നമ്മൾ അൺഫോൾഡ് ചെയ്ത് വെച്ചു. അതുപോലെ ഇതൊക്കെ വെച്ചു. അപ്പം ഇത് ഓട്ടോമാറ്റിക്കാണ്, സ്പാർക്കൊക്കെ ഇതിൽ തന്നെയുണ്ട്. അപ്പം ഈ ഒരു പോർഷനിൽ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഘടിപ്പിച്ചിട്ട് ഇത് ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കൊന്ന് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒരു വെള്ളമൊക്കെ തിളപ്പിച്ചൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 2 കട്ടിങ് ഉണ്ട്, അതുപോലെ ഇതിനൊരു കട്ടിങ്ങും. അപ്പം ആ ഒരു കട്ടിങ് കറക്റ്റ് ഇവിടെ വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒരു സൈഡ് ആദ്യം ഇതിലേക്ക് ക്ലിപ്പ് ചെയ്ത് ഒരു ചെറിയ സ്മെല്ല് ഒന്ന് തിരിച്ചു കൊടുക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ ഇത് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് കണക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ സിലിണ്ടർ കണക്ട് ചെയ്തു. അപ്പോൾ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഇനി എങ്ങനെ ഓൺ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഇതാണ് നമ്മുടെ ഗ്യാസ് തുറക്കുന്നത്. ഇതാണ് നമ്മുടെ ഓട്ടോമാറ്റിക് ഇഗ്നീഷൻ സ്വിച്ച്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. ഇത് കുറച്ച് ഒന്ന് തുറക്കുക, പ്രസ് ചെയ്യാം. നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഗ്യാസിന്. നമുക്ക് നല്ല ഫോഴ്സിൽ വെക്കാം. ഇപ്പം തീ കത്തിക്കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളക്കുന്നത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. തീ നല്ല തീയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. വെള്ളം തിളക്കുന്നത് ഇപ്പോൾ വെച്ചതേ ഉള്ളൂ.
നമ്മൾ വെള്ളം തിളച്ച് വരുന്നുണ്ട്. വളരെ ഫാസ്റ്റാണ്. ഇതാ വെള്ളം നമ്മൾ തിളച്ച് വന്നു. അപ്പം ഇതാണ് അപ്പം ഇത് വാങ്ങിയ ലിങ്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇതിൻ്റെ ഫ്ലെയിം ഇതാ നല്ല ഫ്ലെയിമാണ്, നല്ല പെട്ടെന്ന് കുക്കാവും കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ സാധാ നമ്മളെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കുക്കിംഗ് സ്റ്റൗവെല്ലാം ഇല്ലേ, അതിനേക്കാൾ ഫോഴ്സും പവറൊക്കെയാണ് ഇത്. പൊട്ടിത്തിളക്കുക വെള്ളം. അപ്പം ഇതിൻ്റെ മേടിച്ച ലിങ്ക് ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പുതിയ ചാനൽ ഫസ്റ്റ് വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. ഇനി ഇതുപോലെയുള്ളതല്ല, ഇതിനേക്കാൾ മികച്ച നമ്മളെ ട്രാവൽ വീഡിയോ, ഫുഡ് വീഡിയോ, അൺബോക്സിങ് വീഡിയോ, നല്ല കിട്ടുക്കാച്ച് വീഡിയോസ് വരുന്നുണ്ട്. അപ്പം എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയുള്ള പുതിയ വീഡിയോകൾക്കായിട്ട് കാത്തിരിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വാ.